പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 62:1-2. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയിലെയും കോട്ടയും. അണ്ടർലൈൻ ചെയ്ത് കേൾക്കേണ്ട വചനം ഇതാണ്: ദൈവത്തിൽ മാത്രം, ദൈവത്തിൽ മാത്രം, അവിടുന്നിൽ മാത്രം. ദൈവത്തിൽ മാത്രം, അവിടുന്നിൽ മാത്രം. അത് ദൈവത്തിൽ മാത്രം ആശ്വാസം, അവിടുന്നിൽ മാത്രം ആശ്വാസം, മനുഷ്യരിലൊന്നുമല്ല. അവിടുന്നിൽ, ദൈവത്തിൽ, നമ്മുടെ രക്ഷയായ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യാന്നറിയോ? പലപ്പോഴും ഈ ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ ചെറിയൊരു ശതമാനം ആളുകളിൽ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു സങ്കടം വന്നു, ഒരു വിഷമം വന്നു, ഒരു പ്രതിസന്ധി വന്നു. ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കാണാവുന്ന മനുഷ്യരോട് എല്ലാവരോടും പറയും, പഞ്ചായത്തിൽ എല്ലാവരോടും പറഞ്ഞിട്ടായിരിക്കും അവസാനമായിരിക്കും ദൈവത്തിൻ്റെ അടുത്ത് പ്രശ്നമായിട്ട് വരിക. എല്ലാ വഴികളും അടഞ്ഞു എന്ന് കാണുമ്പോൾ, മനുഷ്യരെ ആശ്രയിച്ചിട്ട് നടന്നില്ലെന്ന് കാണുമ്പോഴായിരിക്കും അവസാനം ദൈവത്തിലേക്ക് വരിക. അങ്ങനെയല്ല. ആദ്യം ദൈവത്തോട്, ആദ്യം കർത്താവിനോടായിരിക്കണം നിന്റെ പ്രശ്നങ്ങൾ പറയേണ്ടത്. പിന്നീടാണ് ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെ പറയേണ്ടത്. അതുകൊണ്ട് മനസ്സിൽ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക, ആദ്യം എന്ത് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും പറയേണ്ടത് ദൈവത്തോട്, പിന്നെ മനുഷ്യനോട്. സാമുവേൽ പ്രവചനത്തിൽ നമ്മൾ കാണുമല്ലോ, ഹന്ന അവൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച് മനസ്സിങ്ങനെ തളരുമ്പോൾ അവൾ ദൈവത്തോടാ പറയണേ, കരഞ്ഞ് പറയുകയാണ്. ലൂക്കാ 1-ാം അധ്യായത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പരിശുദ്ധ അമ്മയോട് പറയുമല്ലോ, നീ ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. അപ്പോൾ പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൈവത്തോടെ പറയണേ, മനുഷ്യരോടല്ല. ദൈവത്തോടാ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആ സംശയവും ടെൻഷനൊക്കെ ചോദിക്കുന്നത്. ദൈവത്തോട് സംസാരിക്കുന്ന മനുഷ്യരായിട്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരായിട്ട് മാറാൻ ഇന്ന് മുഴുവനും നമുക്ക് കഴിയട്ടെ. വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യമായിട്ട് മാറണം, മനുഷ്യനൊരു നിഴൽ മാത്രമാണ്. ദൈവമാ എൻ്റെ ഒരേ ഒരു ആശ്വാസം, ദൈവമാണ് എൻ്റെ ഒരേ ഒരു ബലം. ആ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ സാധിക്കട്ടെ. ഈശോ നിങ്ങൾ ഇന്ന് അനുഗ്രഹിക്കും. മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങാണ് എനിക്ക് രക്ഷ നൽകുന്നത്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.